നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നതിന് നമ്മൾക്കൊരു തടസ്സവും ഇല്ല. പക്ഷെ നിയമം സംഘപരിവാറിന്റെ വഴിക്കും നരേന്ദ്രമോദിയുടെ വഴിക്കും BJP ഇച്ഛിക്കുന്ന വഴിക്കും പോകുമ്പോഴാണ് നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് നീതി കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല BJP ഭരിക്കുന്നതെന്നാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം, പൊതുജനങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അഭിപ്രായപ്രകാരം, അവരുടെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന നീതി രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിൽ ഉൾപ്പെടുന്നല്ലേ. രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും എന്താ ഈ 142 കോടി ജനങ്ങളിലും ഇന്ത്യയുടെ പൗരന്മാരിലും പെടാത്ത ആളുകളാണോ? നീതി എല്ലാ മനുഷ്യർക്കും കൊടുക്കേണ്ടതാണ്, അത് ഉറപ്പ് കൊടുക്കേണ്ടതാണ്. അത് ഈ ഇലക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഇതിൽ കാണുന്ന ഒരു പൊളിറ്റിക്സ് വേറെയാണ്. ഇന്നലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ SBI കൊടുക്കുന്നു. അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിടുക്കപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഷയങ്ങൾ മുഴുവൻ കേജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വഴിമാറ്റപ്പെടുകയാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒക്കെ വഴിമാറ്റിയിട്ട് ഇവരുടെ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സംഘപരിവാറിന്റെ ഈ സ്വേച്ഛാധിപത്യ നടപടി, ഫാസിസ്റ്റ് നടപടിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ മഹാരാഷ്ട്രയിലെ നാരായൺ റാണയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ആക്ഷേപമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങൾ. അദ്ദേഹം BJPയിൽ ചേർന്നപ്പോൾ ഒരു ആക്ഷേപമില്ല, അന്വേഷണമില്ല. NCPയിലെ അജിത് പവാർ BJPയുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല, ആക്ഷേപമില്ല. ആസാമിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കടക്കം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിട്ടുണ്ട്. അഴിമതിക്കാരനായി എന്നുള്ള ആക്ഷേപം നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കൽ പോലും പറയുന്നില്ല. റീത്ത ബഹുഗുണ ജോഷി എന്ന് പറഞ്ഞ UPയിലെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് ആക്ഷേപം ഉണ്ടായിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ബംഗാളിലെ സുവേന്ദു അധികാരിയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടാണ് ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. മുകുൾ റോയിയെ കുറിച്ചിട്ട് ഇങ്ങനെ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ എടുത്ത കേസുകൾ നോക്കിയാൽ അതിന്റെ 400 ഇരട്ടിയാണ് മോദി ഭരിക്കുന്ന ഈ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ EDയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നത്. ED റെയ്ഡുകളെ കുറിച്ച് നോക്കിയാൽ നമ്മൾ 2555% വർധനമാണ്. ഇവർ എത്ര കേസിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് നമ്മൾ അറിയണ്ടേ? 0.42% മാത്രമാണ്. അതായത് 200 കേസിൽ ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം തെളിവുകളില്ല. ആരെങ്കിലും ഏതെങ്കിലും BJP നേതാക്കന്മാർ പറയുന്ന കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം എന്ന് പറഞ്ഞു കൊണ്ടുപോയി പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്ന സംവിധാനത്തിന്റെ പേരാണ് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അഴിമതിക്കാരെ BJPയിൽ ചേർത്ത് അവരെ മാമോദിസ മുക്കി അവരെ പരിശുദ്ധരാക്കുന്ന, കാർമ്മികത്വം നടപ്പാക്കുന്ന പുരോഹിതരുടെ കടമ മാത്രമാണ് ED നടപ്പാക്കുന്നത്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ആർക്കെതിരെ അന്വേഷണം നടക്കുന്നത്? NCPക്കെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ, ആം ആദ്മിക്കെതിരെ, അല്ലെങ്കിൽ DMKക്കെതിരെ, ഇങ്ങനെയുള്ള പാർട്ടികൾക്കെതിരെ അന്വേഷണം നടക്കുന്നത്. BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇല്ല. 128 കേസിൽ 116 കേസുകളും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ കാരണം എന്തൊക്കെ ഇവർ ചെയ്താലും, എത്രത്തോളം ഭിന്നിപ്പ് വിതച്ചാലും ഈ രാജ്യത്തെ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കണ്ടാണ് ഭയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു അന്വേഷണവും അറസ്റ്റുമാണ് എന്ന് മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയൂ.